സ്വാമിജി, കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം വലിയ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ, മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പരിപാടിയായിരുന്നു. അതെ. അവിടെ അതിൽ പങ്കെടുത്ത് പ്രസംഗിച്ച ഒരു സന്യാസി വര്യൻ, നമ്മുടെ ചെങ്കോട്ടുകോണം, അങ്ങേക്കറിയാമല്ലോ, ശ്രീരാമദാസ മിഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ അധ്യക്ഷനായ സ്വാമി ശക്തി ശാന്താനന്ദ മഹർഷി, ആ സന്യാസി വര്യനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഒരു പ്രസംഗം നടത്തിയതിന് ഇങ്ങനെ കേസെടുക്കുന്നത് എന്തിനാണ്? അദ്ദേഹത്തെയും ഈ ശബരിമല സംരക്ഷണ സംഗമത്തെയും പോലീസ് ഇത്തരത്തിൽ വേട്ടയാടുന്നതിൻ്റെ പുറകിലെ ലക്ഷ്യം എന്താണ്? ഇത് പോലീസിൻ്റെ താല്പര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. ഇടത് വലത് മുന്നണികൾക്ക് രണ്ട് കൂട്ടർക്കും ഈ വിഷയത്തിൽ ദൂഷിതമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീരാമദാസ മിഷന് അതിൻ്റെ ആചാര്യനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികൾക്ക്, എൻ്റെ ഗുരുനാഥന്, ഇപ്പോഴങ്ങ് പരാമർശിച്ച ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിജിയുടെ ഗുരുനാഥന് ഉള്ള ബന്ധത്തെക്കുറിച്ച്, ഞങ്ങളുടെ പ്രസ്ഥാനത്തുള്ള ബന്ധത്തെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഈ കോലാഹലങ്ങളും കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ശ്രീരാമദാസ മിഷൻ അഭേദ്യമായിട്ടുള്ളൊരു ബന്ധം ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായിട്ടുണ്ട്. അതിലെ എല്ലാ വിഷയങ്ങളിലും പണ്ടുകാലം തൊട്ട് ഇടപെട്ട് പോരാറുമുണ്ട്. ശബരിമലയുടെ വികസനത്തിന് ഹരിവരാസനം പദ്ധതി എന്നൊരു പദ്ധതി സ്വാമിജി വിഭാവനം ചെയ്തിട്ടുണ്ട്. അത് ചില കാരണങ്ങളാൽ, അതിലും ഈ പറഞ്ഞ മറ്റുള്ള ചില രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളും താല്പര്യക്കേടുകളും ഉള്ളതുകൊണ്ട് അത് പിന്നാക്കം തള്ളിവിടുന്ന ഒരു സാഹചര്യവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ വാപരസ്വാമിയുമായിട്ട് ബന്ധപ്പെട്ട് എരുമേലിയിൽ ആരംഭിച്ച ഒരു ക്ഷേത്ര നിർമ്മാണം ഇത് വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇടത് വലത് മുന്നണികളെ. ഇത്രയും കാലം ബാബുരസ്വാമിയെ മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ചിട്ടാണ് ദേവസ്വം ബോർഡ് രാഷ്ട്രീയ കളി കളിച്ചുകൊണ്ടിരുന്നത്. ഈ രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ട് ഒരു ക്ഷേത്ര പദ്ധതിക്ക് തീരെ യോജിക്കാത്ത ഒരു സങ്കേതം കൂടെ സന്നിധാനത്തിൽ ഉണ്ടാക്കി വെക്കുകയും ചെയ്തു. 83-നൊക്കെ ശേഷം ഉണ്ടാക്കി വെച്ചതാണ് ഒരു കൂടാരം പോലെയൊക്കെ. അത് ക്ഷേത്രത്തിൻ്റെ ഭാഗമല്ല. ക്ഷേത്രത്തിൽ അത്തരത്തിലൊരു മൂർത്തി പദ്ധതിയൊന്നുമില്ല. അവിടെ ഉള്ളത് വാപുരൻ എന്ന് പറയുന്ന ശിവഭൂതമാണ്. നമ്മൾ സാധാരണഗതിയിൽ വാപുരൻ എന്ന് പറയുമ്പോൾ സാധാരണക്കാർ വാവരു എന്ന് പറയും. വാവര് സ്വാമി, പത്മനാഭസ്വാമി അങ്ങോട്ടുള്ള ഒരു പിന്നെ രൂപാന്തരം മാത്രമാണ് വാവരസ്വാമി. ഗ്രാമീണ ഭാഷ. അപ്പോ അവർക്ക് ഭൈരവൻ എന്ന് കിട്ടൂല, അവര് വൈരവൻ എന്നേ പറയുള്ളൂ. പ്രത്യേകിച്ചും നമ്മൾ ഈ കേരള തമിഴ്നാട് വാപുരൻ എന്നൊന്നും പറയില്ല, വാവര് എന്നേ മാത്രമേ പറയുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അവിടെയുള്ള ഭൈരവനും വാപുരനും ഒക്കെ അവിടെയുള്ള ശിവഭൂതങ്ങളാണ്. അയ്യപ്പസ്വാമിയുടെ കിങ്കരന്മാരാണ്. ശാസ്താവിന്റെ അനുചരന്മാരായിട്ട് ഭൂതഗണങ്ങളായിട്ട് ശിവനാൽ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഇത് പല ഗ്രന്ഥങ്ങളിലും പ്രാമാണികമായിട്ട് തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പല ഗ്രന്ഥങ്ങളിലും ഉണ്ട്. ഊരുജം വാപുരം ജാവി എന്നൊക്കെയുള്ള പ്രമാണങ്ങളൊക്കെയുണ്ട്. ഇത് സ്വാമിജി പല കാലഘട്ടങ്ങളിലായിട്ട് പറഞ്ഞു പോന്നിട്ടുണ്ട്. ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പൂജനീയ ഗുരുനാഥൻ, അദ്ദേഹത്തിന്റെ ശിഷ്യൻ തന്നെയാണ് ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി. ഞാനും മറ്റൊരു ശിഷ്യനാണ്. കഴിഞ്ഞ ദിവസത്തെ അയ്യപ്പ സംഗമത്തിൽ ഈ കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. വാപുരൻ എന്നുള്ളത് ശിവഭൂതമാണ് എന്നും നമ്മൾ വാവര് എന്ന് അതിൻ്റെ പ്രാദേശികമായ രൂപാന്തരം കേട്ടിട്ട് ഏതോ മുഗളാക്രമണകാരിയായിരിക്കുന്ന ഒരു വാവരുമായിട്ട് സാമ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വാവർ എന്ന് പറയുന്നത് ബാബർ എന്നുള്ളതിൻ്റെ രൂപാന്തരമാണെങ്കിൽ ആ ബാബർ വിദേശാക്രമിയായിട്ടുള്ള മതഭ്രാന്തനെയാണ് നിങ്ങളിപ്പോൾ മുസ്ലിം ആയിട്ടുള്ള ഒരു വാവരെയും കൊണ്ടുവരുന്നത്. അല്ലാതെ ചരിത്രത്തിൽ വാവർ ഒരു മുസ്ലിം ഇല്ല. അയ്യപ്പ ചരിത്രത്തിൽ ഒരു മുസ്ലിം വാവരില്ല. ഈ കാര്യം വിശദമായിട്ട് സ്വാമിജിയെ ഉദ്ധരിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ് ശ്രീ ശക്തിശാന്താനന്ദ മഹർഷിജിയുടെ പേരിൽ ഇപ്പോഴും കേസെടുത്തിരിക്കുന്നത്. ഓൾറെഡി ദേവസ്വം ബോർഡ് വെട്ടിലായിരിക്കുകയാണ്. ബാബുരൻ്റെ ക്ഷേത്രം വരികയാണ് എരുമേലിയിൽ ബാബുരൻ്റെ ക്ഷേത്രം വരുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ചരിത്രവും അതിൻ്റെ എല്ലാ ചരിത്രവും അതിൻ്റെ കഥകളും അതുമായിട്ട് ബന്ധപ്പെട്ട പൂജാവിധാനങ്ങളും എല്ലാം പൊതുസമൂഹത്തിന് ലഭ്യമാകും. എല്ലാവർക്കും അവരവരുടെ സ്വത്തും തിരിച്ചറിയും. അപ്പോൾ ദേവസ്വം ബോർഡ് കാണിച്ച വഞ്ചന,
പുറത്തു രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ഗൂഢാലോചന ഇതെല്ലാം പുറത്തു വരും. അവിടെയുള്ള നിരവധി ദേവപ്രശ്നങ്ങളുടെ വിധികളിൽ ബാബുരന്റെ സങ്കേതത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന ഈ തോന്നിയവാസത്തെ വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മാറ്റണം, ഇതൊന്നും ക്ഷേത്രത്തിന്റെ അകത്ത് പാടില്ലാത്ത രീതിയിൽ ചെയ്തു വെച്ചിരിക്കുന്ന. സ്വാമിജി, ഇതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നതായിട്ട് കരുതരുതേ. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ശബരിമല ഒരു മതേതര കേന്ദ്രമാണെന്ന് പറഞ്ഞു ഒന്നത്. രണ്ടാമത്തെ കാര്യം, സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ മുസ്ലിം ക്രിസ്ത്യൻ ബന്ധങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതുപോലെ വഖഫ് സംബന്ധമായ ചില പരാമർശങ്ങളും വന്നിട്ടുണ്ട്. ഈ ഇവരുടെയൊക്കെ അനുമതിയില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല, വഖഫ് ബോർഡിനെയും ഇതിനകത്ത് ഉൾപ്പെടുത്തണമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതെല്ലാം ഒരു അപ്പീസ്മെന്റ് പോളിസിയുടെ ഭാഗമായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് വരാം. അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഈ വിഷയമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് ഓൾറെഡി ബാബുരന്റെ വിഷയത്തിൽ വെട്ടിലായിരിക്കുകയാണ്. ബാബുരസ്വാമി ക്ഷേത്രം അവിടെ വരും. ശബരിമലയിലെ ഈ തോന്നിയവാസം കാണിച്ചത് മാറ്റേണ്ടി വരും. മാറ്റേണ്ടി വരുമ്പോൾ പല ആളുകളുടെയും മുഖം വികൃതമാകും, രാഷ്ട്രീയ ഗൂഢാലോചനകൾ വെളിച്ചത്താവും. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പേര് കേൾക്കുന്നത് തന്നെ. ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഈ പേരുകൾ പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വരുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. അതിന് ചില കാരണങ്ങളുണ്ട്. അവരാണ് ഈ കേസുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇവർക്ക് ശ്രീരാമദാസ മിഷനെ കുറിച്ച്, സ്വാമി സത്യാനന്ദ സരസ്വതിയുടെ പരമ്പരയെക്കുറിച്ച് ഒന്നും അറിയില്ല. സ്വാമിജിയുടെ പരമ്പര അങ്ങനെ കേസിനോ കോടതിക്കോ ജയിലോ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്താവുന്ന ഒരു പരമ്പരയല്ല. നീതിയെ ബഹുമാനിക്കുന്നു, കോടതികളെ ബഹുമാനിക്കുന്നു, പോലീസ് സ്റ്റേഷനെ ബഹുമാനിക്കുന്നു, ഭരണഘടനയെ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, നീതിപൂർവകമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞ് ഹിന്ദുവിൻ്റെ അവകാശവാദങ്ങളെ സമർത്ഥമായിട്ടും പെർഫെക്റ്റായിട്ടും സത്യസന്ധമായിട്ടും അവതരിപ്പിക്കുന്നതിൽ നിന്ന് ഈ ഘടകങ്ങളൊക്കെ ദുരുപയോഗിച്ച് തടയാൻ വേണ്ടി വന്നാൽ അതിന് വഴിപ്പെടുന്നൊരു പ്രസ്ഥാനമല്ല ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനം. അതിൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷനും പ്രത്യേകിച്ചും അങ്ങനെയുള്ള ഒരാളല്ല. അതുകൊണ്ട് കേസ് എന്നൊക്കെ ഉള്ളത് അതിനിപ്പോൾ കൂടുതൽ പ്രചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഗുണപ്പെട്ടു മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് കൂടുതൽ പ്രചാരം ഉണ്ടാവാൻ, ഈ വിഷയത്തിന് കൂടുതൽ പ്രചാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസ് പ്രയോജനപ്പെട്ടു എന്നേ ഉള്ളൂ. ഈ കേസ് കൊടുത്തവർക്ക് ചില ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അവർ പലപ്പോഴും ഇത്തരത്തിലുള്ള ഛിദ്രശക്തികൾ ഈ ഒരു മുസ്ലിം പവർ ആക്കിക്കൊണ്ട് പല കാര്യങ്ങളിലും നേട്ടമുണ്ടാക്കിയ ചില ആളുകളുണ്ട്. ആ നേട്ടമുണ്ടാക്കിയ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചതുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ കൂടിയാണ് ഇപ്പോൾ കേസിനൊക്കെ മുന്നോട്ട് പോയത് എന്ന് പറയാൻ വേണ്ടി കഴിയും. ഈ കേസിന് പോയിട്ടുള്ള ആളുകൾ നോക്കുക, അവർക്ക് ഞാൻ ഈ പരസ്യമായിട്ട്, ഞാൻ ഇന്നലെയും പറഞ്ഞു, പരസ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. ഒരു തുറന്ന സംവാദത്തിന് എവിടെ നിശ്ചയിച്ചോളൂ, അവിടെ ഞാൻ എത്തിക്കോളാം. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെന്റും, ശബരിമലയിലെ വാവർ അല്ലെങ്കിൽ ധർമ്മശാസ്ത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വാവർ, ഇനി അയ്യപ്പനുമായിട്ട് മണികണ്ഠനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാവർ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചരിത്രപരമായിട്ടോ വിശ്വാസപരമായിട്ടോ എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും കൊണ്ടുവരൂ. നമുക്ക് തുറന്ന ചർച്ചയ്ക്ക് ഞാൻ വെല്ലുവിളിക്കാം. ഓപ്പൺ ഡിബേറ്റ് ആളുകൾ കാണട്ടെ. അല്ലാതെ ഈ വിഷയം ഇത് തെളിവ് സഹിതം പ്രമാണസഹിതം പറയണം, അല്ലാതെ എന്തെങ്കിലും പ്രമാണസഹിതം പറയണം. ഈ വിഷയങ്ങൾ ഞങ്ങളുടെ കയ്യിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. ഇത് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കുക, കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുക, കേസെടുത്തു എന്ന് പറയുമ്പോൾ ഒരുവിധം ആളുകൾ പിന്മാറും, പേടിച്ച് പിന്മാറും. അപ്പൊ ഇതൊക്കെ ഒരു നാലാം കിട പരിപാടികളാണ്. അപ്പോൾ ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇങ്ങനെ കേസെടുക്കാൻ വേണ്ടി തുടങ്ങിയാൽ കേരളത്തിലെ ആയിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ ഈ വിഷയത്തിൽ കേസെടുക്കേണ്ടി വരും. ഈ വിഷയം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന നിരവധി ധർമ്മശാസ്ത്ര പൂജാകൽപ്പൊക്കെ ഉണ്ട്. ആ പുസ്തകം നിരോധിക്കേണ്ടി വരും. എത്ര പുസ്തകങ്ങൾ ഇവര് നിരോധിക്കും? നിരവധി എത്ര പൂജാ പദ്ധതികൾ നിരോധിക്കും? അപ്പോ ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് വൈദിക താന്ത്രിക പദ്ധതി പ്രകാരമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരുന്ന, പിന്നെ പരശുരാമകൽപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് ഞാൻ അങ്ങ് പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഇതൊരു മതേതരമാണ് എന്നുള്ള വാദഗതി അത് ബഹുമാനപ്പെട്ട എന്ന് പറയണല്ലോ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മതേതരമാണ് എന്ന്. പല ആളുകളും പറയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് മതേതരമാണ് എന്ന്. ശബരിമല അടിസ്ഥാനപരമായിട്ട് മതേതരമല്ല, ഒരു ക്ഷേത്രവും മതേതരമല്ല. ഇനി ദേവസ്വം ബോർഡിന്റെ രേഖകൾ അതെങ്ങനെ ഒരു ക്ഷേത്രം മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള നിർദ്ദേശം പരിഗണിച്ചാൽ ശബരിമലയിൽ ഒരു അഹിന്ദു ആയിട്ടുള്ള ആൾ പ്രവേശിച്ചു എന്നറിഞ്ഞാൽ
അവിടെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. പ്രായശ്ചിത്തം മാത്രമല്ല, പരിഹാരമായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. വ്രതശുദ്ധി ഇല്ലാത്തവൻ പോയാൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തോന്നിയ വാസമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മതേതരം എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പൊതു ഇടമല്ല അത്. ഇനി ഇത് മാത്രമല്ല, എങ്ങനെയാണ് നിങ്ങൾ മതേതരം, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മതേതരം എന്ന് പറഞ്ഞത്? അവിടെ തത്വമസി എന്ന് എഴുതി വെച്ചത് കൊണ്ടാണോ? തത്വമസി എന്നുള്ള മഹാവാക്യം എഴുതി വെച്ചത് പൂജനീയ ചിന്മയാനന്ദ സ്വാമിജിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തു വെച്ചൊരു കാര്യമാണ്. തത്വമസി എന്ന് പറയുന്നത് തത്വമസി, അത് നീ തന്നെയാകുന്നു, അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് വിശ്വാസികളെ സംബന്ധിച്ച് ഉപനിഷത്ത് വാക്യമാണ്, അതെ, അത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പദ്ധതിയിൽ എത്രമാത്രമാണ് പ്രായോഗികവും പ്രാവർത്തികവുമാകുക എന്നുള്ളതിന് പരിശോധന ആവശ്യമുണ്ട്. ഇതൊന്നും അറിയാതെ കേരളത്തിലെ തന്ത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവത്ഗീത ഉദ്ധരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. വേദാന്തത്തിന്റെ തലം ഒന്ന് വേറെ, ശങ്കരഭാഷ ഉദ്ധരിക്കും. ശങ്കരഭാഷ ഉദ്ധരിച്ചുകൊണ്ടല്ല തന്ത്രത്തെ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. തന്ത്രത്തിന്റെ സങ്കേതം ഒന്ന് വേറെയുണ്ട്, വേദാന്തത്തിന്റെ ഭൂമിക മറ്റൊന്നാണ്, തത്വചിന്തയും ഒന്ന് കർമ്മകാണ്ഡവും. അതെ, അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ കാര്യം പറയാൻ. അവിടെ എന്നിട്ട് വെളുത്തച്ഛൻ എന്ന് പറയുന്ന വേറൊരാളെയും കൂടെ കൂട്ടുപിടിക്കുക. ജക്കോമ ഫിനിഷ്യ എന്ന് പറയുന്ന വിദേശിയായിട്ടുള്ള ഒരു മതപരിവർത്തനക്കാരൻ പാതിരി ആലപ്പുഴ ജില്ല നിരവധി തീരദേശം മുഴുവനായിട്ടും മതപരിവർത്തനത്തിന് വേണ്ടി നടന്ന ഒരാളാണ്. പഴയ അർത്താശ്ശേരി മഹാദേവ ക്ഷേത്രം ഒരു പള്ളിയൊക്കെ ആക്കിയ ഒരു മഹാനുഭാവനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വം, അദ്ദേഹത്തിന് മുന്നേ തുടങ്ങിയ പരിപാടിയാണ്, അദ്ദേഹത്തിന് ശേഷമാണ് അത് അങ്ങനെയൊക്കെ ആയി മാറിയത്. ഇയാളെയും കൂടെ കൂട്ടുപിടിച്ചിരിക്കുക. ഇതിനൊക്കെ ഹേതുഭൂതന്മാരായിട്ടുള്ള ചില വ്യക്തികളുടെ, ഞാൻ വ്യക്തികളുടെ പേര് പറയുന്നില്ല, ഈ വ്യക്തികൾ കേരളത്തിന് മുഴുവനും അറിയാം. ഈ വ്യക്തികളുടെ പൂർവിക പാരമ്പര്യം എന്ന് പറയുന്നത് അതും പരിശോധിക്കേണ്ടതാണ്. ജസ്റ്റിസ് NDP നമ്പൂതിരിപ്പാടിന്റെ ബെഞ്ചിൽ 1970-കളിൽ ഒരു അഫിഡവിറ്റ് കൊടുത്തിരുന്നു. ശബരിമലയിലെ വാവര് മുസ്ലിം വാവരാണെന്ന് പറഞ്ഞിട്ട് 1950-കൾക്ക് ശേഷം മാത്രം അവിടെയുള്ള ചില പൗരോഹിത്യ ചടങ്ങുകൾക്ക് നേതൃത്വം കിട്ടിയ ആളുകളാണ് വെറും 10-22 വർഷത്തെ 25 വർഷത്തെ പരിചയത്തിന് ശേഷം ഇപ്രകാരം ഒരു കള്ള അഫിഡവിറ്റ് കൊടുത്ത് അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള ഈ കോലാഹലങ്ങളും ലഹളകളും ഒക്കെയാണ് ഈ കാണുന്നതും മതേതരത്വ പ്രഖ്യാപനത്തിൻ്റെയും പ്രതിഷ്ഠാപനത്തിൻ്റെയും ഒക്കെ അലയൊലികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അതിനു മുന്നേ ഒന്നും ശബരിമല ഈ പറയുന്ന തരത്തിൽ ഒരു സങ്കേതവുമല്ല. തീർത്തും കടുത്ത വിശ്വാസികൾക്ക്, കടുത്ത വ്രതനിഷ്ഠന്മാർക്ക്, ത്യാഗസന്നദ്ധതയുള്ളവർക്ക് മാത്രം ആരാധ്യമായിട്ടുള്ള ആരാധനയ്ക്ക് എത്തിപ്പെടാൻ വേണ്ടി കഴിഞ്ഞിരുന്ന ഒരു സങ്കേതമായിരുന്നു. വളരെ ലളിതമാണ് കാര്യം. ഇങ്ങനെയൊക്കെ മതേതരത്വം പറയുന്നവർ ദയവായി വിഗ്രഹാരാധനയെ കൂടി അംഗീകരിക്കണം. അത് ശരിയാണ്, അത് ഹറാമല്ല, അതുകൂടി അവർ അംഗീകരിച്ചാൽ. എനിക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിന് ഈ വാവർ എന്നുള്ള കോൺസെപ്റ്റോ വാവർ പള്ളി എന്നുള്ള കോൺസെപ്റ്റോ പോലും സ്വീകാര്യമല്ല. അവരെ സംബന്ധിച്ച് അവർ മറ്റൊരു മാർഗത്തിലൂടെ മുന്നേറുന്നവരാണ്. അവർക്ക് അവരുടേതായ ആരാധനാ പദ്ധതികളുണ്ട്, നമുക്കത് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നും. അതെ, അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്നത് ശിർക്കാണ്. അങ്ങനെയുള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. അതെ, അപ്പോൾ അവരുടെ വിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അവർക്ക് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, അവരെ അപ്പീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് കൂടെ ഒരു ഇടം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള ചില മതേതര കോലാഹലവാദികളായിട്ടുള്ള രാഷ്ട്രീയക്കാരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അവർ കഴിഞ്ഞ കാലത്ത് ചെയ്തൊക്കെ ഇപ്പോൾ തിരിച്ചടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ഭീതിയിലാണ് ഇത്തരത്തിലുള്ള ലഹള കൂട്ടലുകളൊക്കെ. അതുകൊണ്ട് കേസ് എന്നൊന്നും പറഞ്ഞാൽ പേടിക്കുന്ന ആൾക്കാരെന്നില്ല. നിങ്ങൾ 100,000 കേസ് എടുക്കേണ്ടി വരും. ഞാൻ ചോദിക്കും, ഇതൊക്കെ കേട്ടിട്ട് കേസെടുക്കാൻ വേണ്ടി പോകുന്ന പോലീസ് സംവിധാനം എന്തൊരു കഷ്ടമാണ്. ആഭ്യന്തര വകുപ്പ് ഇത്രയും മോശം, ഇതെന്ത് വെള്ളരിക്ക പട്ടണമാണെന്ന്. ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്ന് അല്ല, എനിക്ക് തോന്നുന്നില്ല ശ്രീ പിണറായി വിജയൻ ഈ ഒരു മണ്ടത്തരം കാണിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതുകൊണ്ട് ഈ കേസെടുത്തുകൊണ്ട് എന്തായി? ഇപ്പോൾ കേസെടുത്തുകൊണ്ട് വീണ്ടും ലൈവായി, വിഷയം ലൈവായി. ശബരിമല സംരക്ഷണ സംഗമം വളരെ ആർജവത്തോടുകൂടി, വളരെ ഊർജ്ജസ്വലതയോടുകൂടി, അങ്ങേയറ്റത്തെ ശൗര്യത്തോടുകൂടി അത് മുന്നോട്ട് വന്നു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് മുഖ്യമന്ത്രി ചെയ്തതാണെന്ന്. ഇത് ഏതോ പ്രാദേശിക നേതാക്കന്മാർക്ക് ഇളക്കം തട്ടിയിട്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വിരളി പിടിച്ച കുരുപൊട്ടിയ ചില ആൾക്കാർ ചെയ്തതാണ്. പക്ഷെ ഇതെന്തായാലും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരി, നമസ്കാരം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.